ഒരിക്കലൊരു ഗുരുവിൻ്റെ അടുത്തൊരു ശിഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തണം, അതിനെന്താ വേണ്ടത്? അപ്പം ആ ശിഷ്യന് ഒരു മന്ത്രം ഉപദേശിക്കുകയാണ്. കുളിച്ചു വരാൻ പറഞ്ഞു. എന്നിട്ട് കാത് അടുത്തേക്ക് വെക്കാൻ പറഞ്ഞു. കാതിൽ മന്ത്രം ഓതി. എന്നിട്ട് പറഞ്ഞു, ശിഷ്യ, ഇതാർക്കും നീ പറഞ്ഞു കൊടുക്കരുത്, ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്, ഇങ്ങനെ എങ്ങനെ ഉപാസിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം ശിഷ്യൻ അതൊക്കെ കേട്ടു. എന്നിട്ട് ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അറിയാതെ എങ്ങാനും ഗുരു ഞാൻ ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്താൽ എന്താ കുഴപ്പം? അല്ല, അതും കൂടി അറിഞ്ഞിരിക്കണമല്ലോ. ഉടനെ ഗുരു പറഞ്ഞു, ഈ മന്ത്രം നീ വല്ലവർക്കും പറഞ്ഞു കൊടുത്താൽ കേട്ടവരൊക്കെ ഉണ്ടല്ലോ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ഉയരും, അവരൊക്കെ ഉയരും. നിനക്ക് ശിഷ്യത്വം നഷ്ടപ്പെടും, എൻ്റെ ശിഷ്യന്മാരെ നിന്നെ ഒറ്റപ്പെടുത്തും, പിന്നെ നിനക്ക് ഈ ആശ്രമത്തിലേക്ക് വരാൻ പറ്റില്ല, നിന്നെ എല്ലാവരും അവഗണിക്കും, അപ്പം നീ ദുഃഖിക്കും, അതായിരിക്കും അതിൻ്റെ ഫലം എന്ന്. അപ്പോൾ ശിഷ്യൻ പറയുന്നത് അത്രേ ഉള്ളൂ ഇല്ലേ എന്ന്. അങ്ങനെ ശിഷ്യൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഒരു അമ്പലത്തിലിരുന്ന് ജപിക്കാൻ തുടങ്ങി. അപ്പം ഇദ്ദേഹത്തിൻ്റെ ജപം കണ്ടപ്പോൾ ആ നാട്ടിലുള്ള ആളുകൾക്ക് മനസ്സിലായി, ഈ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വലിയൊരു ശക്തിയുണ്ട്, അത് ഈ ജപത്തിലൂടെയാണ് കിട്ടിയത്. കാരണം മുഖത്ത് നോക്കുമ്പോൾ ഒരു ദുഃഖത്തിൻ്റെ ലക്ഷണമില്ല, വളരെ പ്രശാന്തമായിട്ട് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ടിരിക്കുന്ന മുഖം. അപ്പം ഈ മന്ത്രം നമ്മളും ഗ്രഹിച്ചാൽ നമ്മുടെ മനസ്സിലും ദുഃഖത്തിൽ നിന്ന് മുക്തിയും അതുപോലെ ഒരു പ്രസന്നത നമുക്ക് നിലനിർത്താൻ സാധിക്കുമെന്ന് ആർക്ക് തോന്നി? അവിടെ കൂടിയ ആളുകൾക്ക് തോന്നി. അപ്പം ഈ കുട്ടിയുടെ ജപം കഴിയുന്നത് വരെ അവർ കാത്തിരുന്നു. എന്നിട്ട് ജപമൊക്കെ കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞു, അങ്ങ് ചൊല്ലുന്ന ആ ജപം ഒന്ന് ഞങ്ങൾക്ക് മന്ത്രം പറഞ്ഞു തരുമോ? അപ്പം ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തരാവണമെന്നുണ്ടോ? അപ്പം പറഞ്ഞു, ശരി, തീർച്ചയായിട്ടും അതാണല്ലോ വേണ്ടത്. എന്നാൽ എനിക്ക് എൻ്റെ ഗുരു തന്ന മന്ത്രം ഞാൻ ഉപദേശിക്കാം. എന്നാൽ ഉപദേശിക്കുമെന്ന് ഇപ്പോഴല്ല, നിങ്ങളെല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ദിവസം പറഞ്ഞു കൊടുത്താൽ ആ ദിവസം വരണമെന്ന്, ഈ ക്ഷേത്ര പരിസരത്ത് വരണം, എല്ലാവരെയും, സ്ത്രീകളെ, ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ടുവരണം. അപ്പം ചോദിച്ചു, വല്ല അശുദ്ധിയുള്ളവരെയോ? അവരെ തീർച്ചയായിട്ടും കൊണ്ടുവരണമെന്ന്, ഒരാളെയും മാറ്റി നിർത്തണ്ട. അല്ല, എന്നാലും നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ സ്ത്രീകളൊക്കെ പുറത്താവുക, പെലവരിക, അയ്യോ അതൊന്നുമില്ല, ഒക്കെ കൂട്ടി കൊണ്ടുവരൂ, അങ്ങനത്തെ യാതൊരു ദോഷവുമില്ല. എല്ലാവർക്കും എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ മന്ത്രം ഞാൻ 3 വട്ടം പറഞ്ഞു തരും, അപ്പോഴേക്കും നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളണമെന്ന്. നാട്ടുകാരെ മുഴുവൻ കൂടി, ലക്ഷക്കണക്കിന് ആളുകൾ. ഇദ്ദേഹം ഒരു ഉയർന്ന സ്ഥലത്ത് കയറിയിട്ട് ഇദ്ദേഹത്തിന് നിൽക്കാനൊരു പീഠമൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാവരും കണ്ണടയ്ക്കൂ, എല്ലാവരും കൈകൂപ്പൂ, ശ്രദ്ധിക്കണം, ഞാൻ ഉറക്കെ പറയും, നിങ്ങളത് ഏറ്റു ചൊല്ലണം. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു. ആളുകളൊക്കെ ഏറ്റു ചൊല്ലി. 2ാമതും പറഞ്ഞു ഏറ്റു ചൊല്ലി, 3ാമതും പറഞ്ഞു ഏറ്റു ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഏതൊക്കെ സമയം ഇത് ജപിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അവർക്ക്. അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ അറിഞ്ഞു ഇങ്ങോട്ട് കുഴപ്പമുണ്ടാക്കാൻ പോകണ്ടെന്ന്. അയാൾ അവിടെ എത്തിച്ചേർന്നു. എന്നിട്ട് ഇതൊക്കെ കണ്ട നേരെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരുവിൻ്റെ മുന്നിലെത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗുരു, അങ്ങയോട് അനുസരണക്കേട് കാണിച്ചു എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ചോദിച്ചു, എന്തു പറ്റി? അല്ല, നമ്മുടെ മറ്റേ ആളുണ്ടല്ലോ, അങ്ങ് പറഞ്ഞതൊന്നും അനുസരിക്കാതെ യോഗ്യതയില്ലാത്ത അശുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മന്ത്രം പറഞ്ഞു കൊടുത്ത് അതിനെ അപവിത്രമാക്കി, അങ്ങയോട് ഇങ്ങനെ ഒരു നന്ദികേട് കാണിച്ചുവല്ലോ എന്ന് പറഞ്ഞ് കുറേ അയാളുടെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. ഉടനെ ആ ശിഷ്യന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, ഇത്രയും കാലത്തെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ശിഷ്യനെ കിട്ടിയിട്ടുള്ളൂ, അതാണ് ആ ശിഷ്യൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു അവനോട്, ഈ മന്ത്രം നീ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കരുത്, നിന്റെ ശിഷ്യത്വം പോവും എന്നൊക്കെ പറഞ്ഞിട്ടും ഭയമില്ലാതെ മറ്റുള്ളവരുടെ മനസ്സിനെ ഭയമകറ്റിയവനവൻ. ഭയമുള്ളവരൊന്നും മന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യൂ, അവൻ്റെ കാൽ കീഴിൽ പോയി വീണ് അവൻ്റെ ശിഷ്യത്വം സ്വീകരിക്കൂ. എൻ്റെ അടുത്തിരുന്നിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് സത്യം. അപ്പം നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ മനസ്സിലാക്കുന്നതല്ല യാഥാർത്ഥ്യം. അപ്പം ആ ഗുരു അങ്ങനെ പറഞ്ഞു കൊടുത്തത് ഈ ശിഷ്യൻ ഇങ്ങനെ പരിവർത്തനം വരുത്തുമെന്നറിയുന്നതുകൊണ്ടാണ്. ആ ശിഷ്യൻ ആരാന്നറിയൂ? അദ്ദേഹമാണ് പിന്നീട് വിശിഷ്ട അദ്വൈത മതം ഉണ്ടാക്കിയ വിശിഷ്ട അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച രാമാനുജാചാര്യൻ. അദ്ദേഹത്തിൻ്റെ കഥയെ ഈ പറയുന്നത്. ഗുരുവിനെപ്പോലും, ഗുരുവിൻ്റെ വാക്കുകൾ പോലും അദ്ദേഹത്തിനെ ഭയപ്പെടുത്തിയില്ല എന്ന് പറയാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു മഹത്വം അവർ തമ്മിലുള്ള ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് അതെനിക്ക് പറഞ്ഞു തരൂ
എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ പരീക്ഷത്ത് മഹാരാജാവ് ചോദിച്ചപ്പോൾ അതിനുത്തരം പറയാണ്. ഇനി വിതുരൻ കൊട്ടാരം വിട്ട് ഇറങ്ങുന്ന രംഗങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. ശ്രീ ശുഗൗവാചം യദാതുരാജ സ്വസുദാന സാധുൻ പുഷ്ണന്നധർമ്മേന വിനഷ്ടദൃഷ്ടി ഭ്രാതുര്യവിഷ്ടസ്യ സുതാൻ വിബന്ധുൻ പ്രവേശ്യ ലാക്ഷാ ഭവനേ തദാഹം. ശ്രീ ശുഗബ്രഹ്മർഷി പറയുന്നു, അങ്ങേക്കറിയാലോ പരീക്ഷത്തെ, പണ്ട് അങ്ങയുടെ പിതാമഹന്മാരുടെ പിതാവായിരിക്കുന്ന പാണ്ഡു മരിച്ചതിന് ശേഷം ദുര്യോധനൻ രാഷ്ട്രഭരണം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ വിനഷ്ടദൃഷ്ടി ആ ധൃതരാഷ്ട്രനുണ്ടല്ലോ, ആ പുത്രന്റെ അധർമ്മേണ പുഷ്ണൻ, അധർമ്മങ്ങൾ കാട്ടിക്കൂട്ടിയ ദുര്യോധനനെ പോഷിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുത്തശ്ശന്മാരായ പാണ്ഡവന്മാരെ യവിഷ്ടസ്യ സുധാൻ വിബന്ധുൻ പ്രവേശ്യ ലാക്ഷാ ഭവനേ തദാഹ, അരക്കുകൊണ്ട് വീടുണ്ടാക്കി അതിലിട്ടുകൊണ്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വിതുരര് അവരെയൊക്കെ രക്ഷിച്ചു. ആ വിതുരരുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ് അവർ അതിൽ നിന്ന് രക്ഷാമാർഗം കണ്ടെത്തിയത്. വീണ്ടും ആ ധൃതരാഷ്ട്രൻ പുത്രന്മാരുടെ തോന്നിവാസങ്ങൾക്ക് കൂട്ടുനിന്നു. എന്തെല്ലാം തോന്നിവാസങ്ങൾ? യഥാ സഭായം കുരുദേവദേവ്യാം കേശാഭിമർശ്യം സുതകർമ്മഗർഹ്യം നവാരയാമാസ നൃപസ്നുഷായ സ്വസൈഹരന്ത്യാ കുജകുങ്കുമാനി. സഭയിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭഗവാനിൽ അർപ്പിതമായ ബുദ്ധിയുള്ള മനസ്സുള്ള ആ പാഞ്ചാലിയുടെ കേശാഭിമർശം, അതിനിന്യമായ ഒരു കർമ്മം ആ കൗരവന്മാർ ചെയ്തു. അതും അദ്ദേഹം കണ്ടും തൻ്റെ മകൻ്റെ മകളാവണ്ട അത്രമാത്രം സ്നുഷയായിരിക്കുന്ന ആ കുട്ടിയുടെ ജീവിതത്തെ വേദനിപ്പിക്കുന്ന രംഗം ആ ധൃതരാഷ്ട്രൻ കണ്ട് ധൃതരാഷ്ട്രൻ അതിന് കൂട്ടുനിൽക്കേണ്ടി വന്നു. ദ്യൂതേത്തു അധർമ്മേണ ജിതസ്യ സാധോ സത്യാവലംബസ്യ വനാഗതസ്യാം നയാജദോദൽ സമയേന ദായം തമോജുഷാണോ യതജാതശത്രോ. വീണ്ടും ആ കൗരവന്മാര് കള്ളച്ചൂത് കളിച്ച് അധർമ്മേണ ജിതസ്യ, അങ്ങനെ അവർ ജയിച്ചു. പാവം വനാഗതസ്യ, വനത്തിൽ പോവേണ്ടി വന്നു 12 വർഷം, 1 വർഷം അജ്ഞാതവാസം. അത് കഴിഞ്ഞിട്ടോ അവർക്ക് കൊടുക്കേണ്ടുന്ന രാജ്യം യാചതോ, യാചിച്ചുവെങ്കിലും കൊടുത്തില്ല. അങ്ങനെ വീണ്ടും അവരെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ യഥാച പാർത്ഥ പ്രഹിത സഭായം ജഗദ്ഗുരു യാനി ജഗാദകൃഷ്ണം നദാനി പുംസാമമധായനാനി രാജോരുമേനെ ശതപുണ്യലേശാം. ആ പാർത്ഥന്മാർക്ക് വേണ്ടിയിട്ട് ജഗദ്ഗുരുവായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ, ശ്രീ ശുഗബ്രഹ്മർഷി കൃഷ്ണനെ കാണുന്നത് ആരായിട്ടാണ്? ജഗദ്ഗുരുവായിട്ടാണ്. ആ ഗുരുവായിരിക്കുന്ന കൃഷ്ണൻ അവിടെ വന്ന് ആ പാണ്ഡവന്മാർക്ക് വേണ്ടി രാജ്യം അവർക്ക് വേണ്ടി യാചിച്ചപ്പോ, അവർക്ക് വേണ്ടി ഉപദേശം കൊടുത്തപ്പോ പുംസാം അമതമായിരിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് പോലും ക്ഷതപുണ്യലേശ, പുണ്യമില്ലാത്ത ആ കൗരവന്മാർക്ക് അതൊന്നും മനസ്സിലായില്ല. ഭഗവാന്റെ മഹിമയൊന്നും അവർക്ക് മനസ്സിലായില്ല. എന്നിട്ടോ യതോ ബഹൂതോ ഭവനം പ്രവിഷ്ടോ മന്ത്രായ പൃഷ്ടക്കില പൂർവജേന അദാഹ തന്മന്ത്രദിശം വരീയൻ യൻ മന്ത്രിണോ വൈദുരികം വദന്തി. യുദ്ധം ആസന്നമായപ്പോ വിതുരനെ വിളിച്ചു സഭയിലേക്ക് ധൃതരാഷ്ട്രൻ. എന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും പാണ്ഡവരെ അകറ്റണേ എന്ന്. ആ സമയത്ത് അവിടെ വെച്ച് ഉപദേശം കൊടുത്തു. അദാഹതൻ മന്ത്രദിശം വരീയൻ, മന്ത്രങ്ങളിൽ വെച്ച് ഉപദേശങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായൊരു ഉപദേശമായി വൈദു, ഇതിനെ വിതുരനീതി എന്ന് പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ ഉപദേശിച്ചു. എന്നിട്ട് അവിടെ വെച്ചിട്ട് പറഞ്ഞു, അജാതശത്രോ പ്രതിയച്ഛദായം തിദിക്ഷിതോ ദുർവിഷഹം തവാഗാം സഹാനുജോ യത്ര വൃഗോദരാഹി ശശൻരുഷാ യത്തമലം വിവേശേ. എൻ്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ധൃതരാഷ്ട്ര, അങ്ങ് 2 കാതും തുറന്ന് കേൾക്കൂ. അങ്ങേക്കറിയില്ലേ പാണ്ഡവന്മാർക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള അർഹതയുണ്ട് എന്നുള്ളത്. അത് കൊടുക്കാതെ അങ്ങയുടെ പുത്രന്മാർക്ക് കൂട്ടുനിന്നാൽ ദുർവിഷഹം, ഇതൊന്നും അങ്ങേക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൂടെയുള്ളപ്പോ തകർത്ത് തരിപ്പണമാക്കും. വൃഗോദരാഹി, അവരിലുണ്ടല്ലോ, അങ്ങ് കേട്ടിട്ടില്ലേ പാഞ്ചാലിയെ
വസ്ത്രാക്ഷേപം ചെയ്ത മുടി പിടിച്ച സമയത്ത് പ്രതിജ്ഞ ചെയ്തത് കേട്ടിട്ടില്ലേ? ഭീമസേനന്റെ മാറിടം പിളർന്ന് രക്തം കുടിക്കുമെന്ന് പറഞ്ഞ പ്രതിജ്ഞ ചെയ്ത ഭീമസേനൻ അവരുടെ കൂടെയുണ്ട്. മറക്കരുത് അങ്ങതൊന്നും. അതുകൊണ്ട് പാർത്താം സ്തുദേവോ ഭഗവാൻ മുകുന്ദോ ഗൃഹീതവൻ ചക്ഷിതി ദേവദേവാം ആസ്തേ സുപുര്യം യദുദേവദേവോ വിനിർജിതാശേഷ നൃദേവദേവാം. ആ ശ്രീകൃഷ്ണനാകുന്ന ശക്തി പാണ്ഡവരുടെ കൂടെയുള്ളപ്പോൾ ആർക്കും അവരെ തകർക്കാൻ സാധ്യമല്ല. അങ്ങയുടെ പുത്രന്മാർ എത്ര സൈന്യത്തെ കൂട്ടിക്കോട്ടെ, എത്ര കുതന്ത്രം മെനഞ്ഞോട്ടെ, സാധ്യമല്ല. ഭഗവാൻ അവരെ അതിൽ നിന്ന് ഉയർത്തിയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സയേഷ ദോഷപുരുഷ ദൃഢാസ്ഥേ ഗൃഹൻ പ്രവിഷ്ടോ യമപത്യമത്യാം പുഷ്ണാ ശ്രീകൃഷ്ണാൽ വിമുഖോ ഗതശ്രീ ത്യജാശൈവം കുലകൗശലായ. ആ ഭഗവാൻ ശ്രീകൃഷ്ണനെ നിങ്ങൾ ദ്വേഷിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആ കൃഷ്ണൻ തന്നെ ഈ കുലത്തെ ശപിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ കൃഷ്ണന്റെ ശാപം പോലും കിട്ടിയിരിക്കുന്ന ഈ കുലം അതിൽ നിന്നൊക്കെ ഉയർത്താൻ അങ്ങ് ഈ നിമിഷം ഒന്ന് വിചാരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ധൃതരാഷ്ട്രനെ ബോധവൽക്കരിക്കാൻ ആര് ശ്രമിച്ചു? വിതുരൻ ശ്രമിച്ചു. ഇതൊക്കെ തൊട്ടടുത്ത മുറിയിൽ നിന്ന് ആര് കേൾക്കണു? ദുര്യോധനനും ദുശ്ശാസനനും കർണനും കേൾക്കുന്നു എന്നാണ്. അവർ കേട്ടിട്ടോ? ഇതി ഊജിവാൻ തത്ര സുയോധനേന പ്രവൃദ്ധ ഗോപസ്ഫുരിധാദരേണ അസൽകൃതസൽ പ്രഹണീയശീലാം ക്ഷത്താസകർണാനുജ സൗഫലേനാം. ഇതി ഊജിവാൻ തത്ര, ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ സുയോധനേന പ്രവൃദ്ധ ഗോപം, ഭയങ്കരമായ കോപത്തോടുകൂടി ഒരു കാട്ടുതീ പോലെ അങ്ങോട്ട് കടന്നു വന്നു ദുര്യോധനനും ദുശാസനനും കർണനും. എന്നിട്ട് അവിടെ വെച്ചിട്ട് പറയണ കയേനമത്രോപജുഹാവജിക്മം ദാസ്യാസുതം യദ്ബലിനൈവ പുഷ്ടാം തസ്മിൻ പ്രദീപ പരകൃത്യാസ്തേ നിർവാസ്യതാമാശു പുരാശ്വസാനാം. നാണം കെട്ടവൻ, ദാസിയുടെ പുത്രൻ, അച്ഛന്റെ അനുജനെ വിളിക്കുന്നത്. ദാസീപുത്രനായി നീ ഞങ്ങളുടെ ബലിയും കഴിച്ച് ചോറും കഴിച്ച് ബലിച്ചോറും കഴിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവൻ നാണം കെട്ട് പാണ്ഡവർക്ക് കൂട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം അച്ഛന്റെ അനുജനെ നിർവാസ്യതാമാശു പുരശ്ചസാന, ഇനി നീ ഇവിടെ നിന്നു പോകരുത്, നിന്റെ പ്രാണൻ ജീവൻ മാത്രം അവശേഷിക്കുക, കടന്നു പുറത്തു പോ, അല്ലെങ്കിൽ എന്റെ ഭടന്മാരെ നിന്നെ ആട്ടി പുറത്താക്കും എന്നെല്ലാം പറഞ്ഞ് ഒരു പട്ടിയോട് പെരുമാറുന്നത് പോലെ അന്ന് ആ വിതുരനോട് പെരുമാറി ദുര്യോധനൻ. ഇതെല്ലാം ധൃതരാഷ്ട്രൻ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കോപിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ സയിത്തമത്യുൽഭണ കർണഭാണേ ഭ്രാതുപുരോ മർമ്മസതാഡിതോപി സ്വയം ധനുർധാരിനിദായമായം ഗതവ്യതോ അയാതുരു ആനയാനാം. ഇത്തം, ഇപ്രകാരം ഭ്രാതുപുരോ മർമ്മിത താഡിതോപി, സ്വന്തം സഹോദരനായ ധൃതരാഷ്ട്രന്റെ മുന്നിൽ വെച്ച് ദുര്യോധനൻ മർമ്മത്തിൽ കുത്തുന്ന വാക്കുകളെ കൊണ്ട് ദുര്യോധനൻ വേദനിപ്പിച്ചപ്പോ ആ ജ്യേഷ്ഠൻ എന്ത് ചെയ്തു അത്രേ? അവിടെ ഇരുന്നു കൊണ്ട് ഒരക്ഷരം മിണ്ടിയില്ല എന്നാണ്. അരുതുണ്ണി, ഇങ്ങനെയൊന്നും പറയരുതിട്ടോ, നമ്മുടെ അനുജനല്ലേ, എൻ്റെ സ്വന്തം അച്ഛൻ്റെ ചെറിയച്ഛനല്ലേ, എങ്ങനെയൊന്നും പറയരുതുണ്ണി. ഇതൊന്നും പറയാതെ അദ്ദേഹം ആ ധൃതരാഷ്ട്രൻ കൂട്ടുനിന്നു എന്നാണ്. എന്നിട്ടോ ആ സമയത്ത് സ്വയം ധനുർധാരി നിതായമായം, ആ കുത്തുന്ന വാക്കുകളെ കൊണ്ട് വേദനിക്കേണ്ടവനാണ്, തളരേണ്ടവനാണ്, പതറേണ്ടവനാണ്. പക്ഷെ വിതുരൻ അല്പം പോലും, ഭാഗവതം പറയുന്നു, തളർന്നില്ല. ഗത വ്യതോ, ശ്രദ്ധിക്കണേ വാക്കുകൾ. വ്യത ഗതം. വ്യത എന്ന് പറഞ്ഞാൽ ദുഃഖം, ഗതം എന്ന് പറഞ്ഞാൽ പോയി. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഗത പോയി. അയാതൊരു മാനയാന, അദ്ദേഹത്തിന് മനസ്സിലായി ഇതിനെ അധികം മാനിക്കേണ്ടതില്ല, ഈ വാക്കുകളെല്ലാം മാനിക്കേണ്ടത്, ഇതിന്റെ പിന്നിലുള്ള ഒരു കാര്യം മാനിക്കണമെന്ന്. അതെന്താ പിന്നിലുള്ളത്? വിതുരർ അപ്പം വിവേകം വന്നു അത്രേ. എന്താ വിവേകം? എന്തിനാണ് ഈ ദുര്യോധനൻ ഇങ്ങനെയുള്ള വാക്കുകൾ എന്നോട് ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്രേ. എന്താ മനസ്സിലായത്? ഈ യുദ്ധസമയത്ത് ഞാനിവിടെ ഉണ്ടാവരുത് എന്ന എന്നോടുള്ള കാരുണ്യം കൊണ്ട് ഭഗവാൻ തന്നെ ദുര്യോധനനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചതാണ്. നോക്കൂ, ആറ്റിറ്റ്യൂഡ് മാറിയപ്പോണ്ടല്ലോ ആ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടി. നമ്മളൊരു അനുഭവത്തെ എങ്ങനെ കാണണം എന്നുള്ളത് ഭാഗവതത്തിൽ ഓരോ കഥയിലൂടെയും നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരാൾ നിങ്ങളെ ദേഷ്യപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ദേഷ്യത്തിന്റെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് അങ്ങനെയും നിൽക്കാം. ഇപ്പം നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് പുറകുന്ന ഒരാൾ കഴുതേന്ന് വിളിച്ചാൽ
അറിയാതൊന്ന് തിരിഞ്ഞു നോക്കില്ലേ? എന്നെയാണോ വിളിച്ചത്? കാരണം നമുക്ക് തന്നെ ഒരു ബോധമുണ്ട്. കാരണം കുട്ടിക്കാലത്ത് കേട്ട് പഴക്കമുള്ളൊരു വാക്കാണ്. വെറുതെ കഴുതാന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പോകുമ്പോൾ വേണമെങ്കിൽ ശ്രമിച്ചു നോക്കും. ഇവിടുന്ന് വെറുതെ കഴുതേ എന്നെയല്ല അല്ലേ? ഓക്കെ. അപ്പൊ അത്രയും നമുക്കുണ്ടല്ലോ ഈ തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകൾ വേഗം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ചീത്ത വാക്കുകളൊന്നുമല്ല നമ്മളെ സ്വാധീനിക്കുന്നത്. ആര് ചീത്ത പറഞ്ഞാലും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും സ്വീകരിക്കാം. ഉണ്ടല്ലോ, ഒരിക്കലൊരു അനുഭവം ശ്രീബുദ്ധന്റെ അനുഭവത്തിൽ വരുന്നുണ്ട്. ശ്രീബുദ്ധൻ ഒരു സ്ഥലത്തൂടെ നടന്നു പോകുമ്പോൾ അവിടുത്തെ രാജാവിന് എന്തോ ബുദ്ധനെ ഇഷ്ടമല്ല. ആ രാജാവ് ഒരു ഗുണ്ടയെ വിളിച്ച് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു ഭീഷണിപ്പെടുത്താൻ. അപ്പോ അതൊക്കെ കേട്ടു ഇയാൾ പറയണത്. പിന്നെ രാജാവ് ചെല്ലാൻ പറഞ്ഞിരിക്കണോ, രാജാവിന്റെ അടുത്തേക്ക് എല്ലാം പറഞ്ഞു. രാജാവ് പറഞ്ഞു നിങ്ങൾ ആളുകളെ വഴിതെറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ദേഷ്യം. ചീത്ത പറഞ്ഞു ബുദ്ധൻ അതൊക്കെ കേട്ടു. എന്നിട്ട് അവസാനം ബുദ്ധൻ പറയുന്നത് എന്താണെന്നറിയോ? രാജൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന്. എന്താ നിങ്ങൾ ചോദിക്കാനുള്ളത്? കാരണം ദേഷ്യമുള്ള ഒരാളുടെ മര്യാദ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ.